ഇന്ന് വി ഡി സതീശൻ്റെ പ്രസംഗ കസർത്ത് ഏതായാലും ഗംഭീരമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് എന്ന് മാത്രം വി ഡി സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കിയില്ല. അതായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്നത്. നമുക്ക് ആദ്യം മദ്യത്തിൻ്റെ വിഷയമെടുക്കാം. മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിശ്ചയിച്ചു. എന്തിനാണ് നികുതി നിശ്ചയിച്ചത്? പറഞ്ഞില്ല. ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പാട്ട കിട്ടി, അത് വെറുതെ അവിടെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഷത്തെടുത്ത് വെച്ചു എന്ന പോലെയല്ലല്ലോ. ഇങ്ങനെ നികുതി നിശ്ചയിക്കാനായി പരിശോധിച്ചപ്പോൾ അതാ കിടക്കുന്നു നികുതി നിശ്ചയിക്കാത്ത ഒരു ഐറ്റം, എന്നാൽ പിന്നെ അതിന് നികുതി അങ്ങ് നിശ്ചയിച്ചേക്കാം എന്ന രീതിയിലല്ലല്ലോ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നിങ്ങൾ എന്തിനു നികുതി നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, എന്തിനു നികുതി കുറച്ചു എന്നതാണ് ചോദ്യം. അതായത് 251% നികുതി ഉണ്ടായിരുന്ന സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞതോ കുറയാത്തതോ ആയിട്ടുള്ള മദ്യം, അതാണല്ലോ. സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് ഒറ്റ നികുതിയാണ് കേരളത്തിലുള്ളത്, അത് 251% നികുതിയാണ്. അപ്പോൾ സ്പിരിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ആൽക്കഹോൾ മദ്യം അതിന് 250% നികുതി ഉണ്ടായിരുന്നത് നിങ്ങൾ എന്തിന് 120% കുറച്ചു? അത് വീര്യം കുറഞ്ഞതോ ആയിക്കോട്ടെ കുറയാത്തതോ ആയിക്കോട്ടെ, ഏതായാലും വീര്യം കുറഞ്ഞ ഒരു കാറ്റഗറി മുൻ സർക്കാർ നിശ്ചയിച്ചു. അതിനായി നിയമ ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഐറ്റം അവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന് നികുതി നിശ്ചയിച്ചു കൊടുത്തു. അത് നിശ്ചയിച്ചതിൽ കുഴപ്പമില്ല, പക്ഷേ നിശ്ചയിച്ചത് കുറഞ്ഞുപോയി എന്നുള്ളതാണ് പ്രശ്നം. അതിന് എന്ത് ന്യായീകരണമാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്? ഒരു ന്യായീകരണവും പറഞ്ഞില്ല. അതിന് കുറേ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി. മുൻ സർക്കാരിൻ്റെ കാലത്ത് ബെക്കാഡിയുടെ അപേക്ഷ വന്നു, ആ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞു. ആ അപേക്ഷയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനൊരു കാറ്റഗറി നിശ്ചയിച്ച് നൽകാൻ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. എന്തിന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചു? അതിനിന്ന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് നികുതി കുറച്ചത്, എന്തിനു വേണ്ടിയാണ് നികുതി കുറച്ചത് എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയും ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്.